വീട്ടിൽ ചോറ് ബാക്കിയുണ്ടെങ്കിൽ ഒരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. 3 കപ്പ് ചോറിന് 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. 1.5 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ അതേപോലെ 4 ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം വേറൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ശർക്കര പാനി ചൂടോട് കൂടി തന്നെ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി ഒന്ന് കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. റവ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകി വരും. ഇനി നമ്മളെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരിവായാൽ കേക്ക് ടിന്നിലേക്ക് മാറ്റാം. കേക്ക് ടിന്നിൽ കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് മൊത്തമായിട്ട് ഇട്ടെടുത്തിട്ട് പരത്തിയെടുക്കാം. ചൂടാറി കഴിഞ്ഞാൽ ടിന്നിൽ നിന്നും മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.